ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് സുഴൽ എന്ന സീരീസിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. മുൻപിലത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലായി ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അത് രാവിലെ തന്നെ ശക്തമായ കാറ്റും മഴയും വന്നിട്ട് അമ്പലത്തിലെ ആഘോഷങ്ങൾക്കിടയിൽ വെച്ചിരുന്ന ബോർഡുകളെല്ലാം തന്നെ താഴേക്ക് നിലംപതിക്കുന്നതാണ്. ദേവി കോപിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ് അവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ പറയുന്നത്. അതിനിടെ സക്കരയാകട്ടെ ലക്ഷ്മി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി നന്ദിനിയെ പറ്റി അവനോട് സംസാരിക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ നന്ദിനിയോട് എനിക്ക് ഒന്നും തന്നെയില്ല. അവളെ പ്രേമിക്കണമെങ്കിൽ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ചെയ്യാമായിരുന്നു. അവളുടെ ആ ഒരു അവസ്ഥയിൽ അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി, അല്ലാതെ വേറൊന്നും തന്നെയില്ല എന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. അതേസമയം ഇവിടെ കമ്പനിയിലാകട്ടെ കോദണ്ഡരാമൻ ഇൻസ്പെക്ഷന് വന്നിട്ടുണ്ടായിരുന്നു. മെയിന്റനൻസിന്റെ പ്രശ്നം കൊണ്ടാണോ തീ പിടിച്ചതെന്ന് അയാൾ നോക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല, അത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അപാകത കൊണ്ടുണ്ടാകുന്നതാണല്ലോ. എന്നാൽ മെയിന്റനൻസ് എല്ലാം ഓക്കെ ആയിരുന്നു എന്നാണ് ഗുണ പറയുന്നത്. അയാളായിരുന്നു അവിടുത്തെ മെയിന്റനൻസ് എല്ലാം തന്നെ നോക്കുന്നത്. ആദ്യം തന്റെ ചേട്ടനാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറഞ്ഞു. ഇപ്പൊ മെയിന്റനൻസിന്റെ പ്രശ്നം പറഞ്ഞിട്ട് എനിക്കിട്ട് പണിതരാൻ നോക്കുകയാണെന്നും ഗുണ ചോദിക്കുന്നു. എന്നാൽ അതൊന്നും അല്ലെന്നും ഞാൻ യഥാർത്ഥ സംഭവം കണ്ടുപിടിക്കാൻ വന്നതാണെന്നുമാണ് കോദണ്ഡരാമൻ പറയുന്നത്. ഇവിടെ ഇൻഷുറൻസിന്റെ കാര്യം ആലോചിച്ചിട്ട് ത്രിലോക് ആകെ ടെൻഷനിലായിരുന്നു. കോദണ്ഡരാമനെ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാമെന്ന് മുകേഷ് അയാളോട് പറയുന്നു. ത്രിലോക് ലൈഫിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കാരണം അയാൾ പലപ്പോഴും ത്രിലോകിനോട് പറയുമായിരുന്നു, മറ്റുള്ളവരെ പോലെ നീയും ഒരു ഫാമിലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. എന്നാൽ തനിക്കതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. വടിവേൽ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ബാങ്കിൽ നിന്ന് ഒരുപാട് തവണയായിട്ട് കോള് വരുന്നുണ്ട്, കമ്പനിയുടെ പേരിൽ എടുത്ത കടമെല്ലാം തന്നെ അടച്ചു തീർത്തെങ്കിലേ പറ്റൂ എന്ന്. എന്നാൽ ആ ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് അത് അടച്ചു തീർക്കാൻ ഇരിക്കുകയായിരുന്നു അവര്. തൽക്കാലം കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. റെജീന എപ്പോഴും അതിശയത്തെ പറ്റി തന്നെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അതേസമയം നന്ദിനിയാകട്ടെ നിലയുടെ ഫോണിലുണ്ടായിരുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഷൺമുഖത്തിന് കാണിച്ചു കൊടുക്കുന്നു. മറ്റു കുട്ടികളൊക്കെ ഫോൺ വെച്ചിട്ട് പലതും ചെയ്യുമ്പോൾ അവളാകട്ടെ കുറെ ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള ജീവികളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അതിഭംഗിയായിട്ടാണ് അവൾ തന്റെ ഫോണിൽ പകർത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ നിലയ്ക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും അവൾ പറയുന്നു. സീൻ വീണ്ടും ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ലോക്കൽ ഫയർ സ്റ്റേഷനിലെ എസ് ഐ വന്നിട്ട് കോദണ്ഡരാമനോട് പറയുന്നുണ്ട്, ഇതെന്തായാലും മനഃപൂർവ്വം ആരോ കത്തിച്ചതാണെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന്. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇത് ഫുള്ള് സ്റ്റീൽ ഫാക്ടറിയാണ്, ഇവിടെ കൂടുതൽ സിമന്റ് ആണുള്ളത്. അങ്ങനെ മെയിന്റനൻസിലെ ഇഷ്യൂ കൊണ്ടൊന്നും തന്നെ തീ പടർന്ന് പെട്ടെന്ന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകില്ല, ഇത് മനഃപൂർവ്വം ആരോ കത്തിച്ചത് തന്നെയാണ്. അയാൾ കൂടുതൽ പരിശോധിക്കുന്നതിൽ നിന്നും അവിടെ നിന്ന് ഒരു കന്നാസോ അയാൾക്ക് കിട്ടുന്നു. കത്തിക്കരിഞ്ഞ ക്യാപ്പിൽ നിന്നും അയാൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് തിന്നറാണെന്ന്. അവിടെ ഒരു ഏണിയിരിക്കുന്ന കണ്ടിട്ട് അതെന്തിനാ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കമ്പനിയുടെ മറ്റു ആൾക്കാർ പറയുന്നുണ്ട്, കമ്പനിയുടെ 25th ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് പെയിന്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറെ പെയിന്റേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ തിന്നർ ബോട്ടിൽസ് എല്ലാം തന്നെ ഇവിടെ വന്നത്. അപ്പോൾ തിന്നർ ഒഴിച്ചിട്ട് മനഃപൂർവ്വം ആരെങ്കിലും കത്തിച്ചതാണെന്നും അതിന് പറയാൻ പറ്റില്ല, മെയിന്റനൻസിൽ ഇഷ്യൂ ആകാം. തീ പിടിക്കുന്ന സമയത്ത് കറണ്ട് പോയപ്പോൾ അവിടുത്തെ ഓട്ടോമാറ്റിക് ജനറേറ്റർ ഓൺ ആയിരുന്നു എന്ന് അയാൾ കണ്ടുപിടിക്കുന്നു. അന്ന് കമ്പനി അവധിയായതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, പുറത്ത് സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ജനറേറ്ററിന്റെ അടുത്ത് ഡീസൽ ക്യാൻസും ഉണ്ടായിരുന്നു. അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചതിന്റെ പേരിലും അയാൾ പ്രശ്നമുണ്ടാക്കുന്നു. ഇതെല്ലാം നോട്ടീസ് ചെയ്തിട്ട് കോദണ്ഡരാമൻ ആ ഫയർ സ്റ്റേഷനിലെ എസ് ഐയോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടും തീ പിടിക്കാം, അതിന് നിങ്ങൾ മനഃപൂർവ്വം കത്തിച്ചതാണെന്ന് എന്തിനാ എഴുതിയതെന്ന്. എന്നാൽ ത്രിലോക് സാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയതെന്നാണ് അയാൾ പറയുന്നത്. ഞാനൊരു ചെറിയ സ്റ്റേഷനിൽ എസ് ചെയ്യാ, ഇത്രയൊന്നും കണ്ടുപിടിക്കാൻ തനിക്ക് അറിയില്ല. അവിടെ ഒരു ചെറിയ ഡോർ ഉണ്ടായിരുന്നു. ആ ഡോറിന്റെ കീ ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, സാധാരണ എപ്പോഴും ഉള്ളിൽ നിന്ന് അത് പൂട്ടുന്നത്, ഇന്നിപ്പോ വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുന്നു. ആ സമയത്ത് ഗുണ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി. സക്കര അയാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അയാൾക്കിടയ്ക്ക് ആസ്മയുണ്ടായിരുന്നു. ഒരുപാട് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അയാൾക്ക് ഇതുപോലെ വല്ലാതെ ശ്വാസം മുട്ടും. ആ സമയത്ത് അയാളാകട്ടെ സക്കരയോട് പറയുന്നുണ്ട്, എന്റെ വൈഫിന് പുഷ്പരാജുമായിട്ട് ബന്ധമുള്ള കാര്യം എനിക്കറിയാം, ഞങ്ങൾക്കിടയിൽ ഒന്നും തന്നെ ശരിയായിരുന്നില്ല, അതൊക്കെ കൊണ്ടായിരിക്കാം അവൾ അവനുമായിട്ട് ബന്ധത്തിന് പോയത്. എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല, അവനവളെ നല്ലപോലെ നോക്കും, ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ടെന്നും അയാൾ സക്കരയോട് പറയുന്നു. അതിനിടയ്ക്ക് സക്കരയ്ക്ക് കോള് വന്നിട്ട് എങ്ങോട്ടോ പോകാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് അയാൾ തിരിഞ്ഞു നിന്ന് ഗുണയോട് ചോദിക്കുന്നുണ്ട്, സാധാരണ നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോ ഈ ആസ്മാറ്റൊക്കെ കൂടുമല്ലേ എന്ന്. അതേന്ന് അയാൾ പറയുമ്പോൾ ഇപ്പൊ എന്ത് കിട്ടാ നിങ്ങൾ ഇത്രയധികം ടെൻഷൻ അടിച്ചെന്ന് ചോദിക്കുന്നു. ഗുണ അതിനൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ റെജീന ഉൾപ്പെടെ പോലീസുകാരെല്ലാം തന്നെ ആ ബോഡി കണ്ടെടുത്ത സ്ഥലം പരിശോധിക്കുകയായിരുന്നു. അവിടെ നിന്നും നായ മണം പിടിച്ചു പോകുന്നത് കാടിനുള്ളിലേക്കാണ്. അവിടെ ടെന്റ് അടിച്ചിട്ട് ആൾക്കാർ താമസമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല, ആ ടെന്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈശ്വരനും സംഘവുമായിരുന്നു അവിടെ ഇടയ്ക്ക് താമസിച്ചിരുന്നത്. മയാനക്കൊല്ലിയുടെ ഭാഗമായിട്ട് ആടിനും കോഴിയൊക്കെ അവർ ബലി കൊടുക്കാറുണ്ടായിരുന്നു. നേരത്തേക്ക് ഇവർ മനുഷ്യന്മാരെ പോലും ബലി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് ചില പോലീസുകാർ പറയുന്നു. അതോടുകൂടി ഇവർക്ക് ഡൗട്ട് കൂടാൻ തുടങ്ങി, അതിശയത്തിന്റെ നിലയും ഇവർ ബലി കൊടുത്തതാണോ എന്ന്. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിലാകട്ടെ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അമ്മണിയുടേതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ ഒരു ഭാഗത്തായിട്ട് കല്ലിൽ ഒരുപാട് ചോര കിടപ്പുണ്ടായിരുന്നു. ചോര കൊണ്ട് പതിപ്പിച്ച 2 കൈപ്പത്തികളുടെ പാടുമുണ്ടായിരുന്നു. ആ ബ്ലഡിന്റെ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്ത് ടെസ്റ്റിന് വേണ്ടി അയക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടതോടെ കുട്ടികളെ നരബലി കൊടുത്തതാണോ എന്നുള്ള സംശയം കൂടി വരുന്നു. മാത്രമല്ല ആ ഈശ്വരനാകട്ടെ ഇവരുടെ ചിതയിരുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ദേവി എന്ത് ബലി ആഗ്രഹിച്ചാലും അത് കൊടുക്കണമെന്ന്. സക്കര ഈശ്വരന്റെ ആ ടെന്റിനകത്തെല്ലാം തന്നെ പരിശോധിക്കുന്നു. അതിൽ അമ്മിണി എന്ന് പറഞ്ഞ് വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രവും
കൊലപാതകവും കൂടെ നിലയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. മാത്രമല്ല നില പുഷ്പരാജിൽ നിന്ന് വാങ്ങിയ ആ 2 ലക്ഷം രൂപയും ആ ഒരു ടെന്റിനകത്ത് നിന്ന് അവർ കണ്ടെടുക്കുന്നു. ഇതോടുകൂടി ഈശ്വറിന് നിലയുടെ കൊലപാതകവുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ട് അയാളെ കൈയോടെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാളാകട്ടെ എല്ലാ പോലീസുകാരെ എടുത്തിട്ട് അടിക്കുകയായിരുന്നു. അയാളെ പിടിച്ചുകൊണ്ടുപോയതിന്റെ പേരിൽ പൂജാരി ഉൾപ്പെടെ എല്ലാവരും പുറത്ത് വലിയ പ്രതിഷേധത്തിലും. ഇത്രയടിച്ചിട്ടും അയാൾ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. അയാൾ അക്രമകാരിയായി മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു വിധത്തിലാണ് അയാളെ അവരൊന്ന് ശാന്തനാക്കിയിരുത്തിയത്. അവരുടെ സീനിയർ വന്നപ്പോൾ റെജീനയും സക്കറിയും പറയുന്നുണ്ട് ഇത് നരബലിയാകാനാണ് സാധ്യതയെന്നും മാത്രമല്ല 2 ലക്ഷം രൂപ ഈശ്വറിന്റെ ടെന്റിൽ നിന്ന് കണ്ടെടുത്തെന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ മുകളിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഇത് വിളിച്ചറിയിക്കാമെന്ന് അവരുടെ സീനിയർ പറയുന്ന സമയത്ത് തന്നെ അവർ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്ന റിസൾട്ട് വരുന്നു. എന്നാൽ ആ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് കോഴിയുടെ രക്തമാണെന്നാണ്. ഒരു സൈഡിൽ ഈശ്വറിനാകട്ടെ പറയുന്നുണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന്. അയാൾ അങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതോടുകൂടി റെജീനയും സക്കറിയും ആകെ ടെൻഷനിലായി. കാരണം ഇത്രയും നേരം അവർ വിചാരിച്ചിരുന്നത് ഇത് നരബലിയാണെന്നും ആ രക്തം നിളയുടേതോ അതിശയത്തിന്റേതോ ആണെന്നുമാണ്. അത് അങ്ങനെയല്ലാന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനി ഈ കേസിൽ റെജീന ഇടപെടേണ്ടെന്ന് സീനിയർ സക്കറിയോട് പറയുന്നു. സ്വന്തം മകന്റെ കൊലപാതകം ആയതുകൊണ്ട് തന്നെ റെജീന ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് എങ്ങും എത്താത്തതെന്ന് അയാൾ പറയുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കേസിന്റെ ഉത്തരവാദിത്വം സക്കറി ഏൽപ്പിച്ചു. ദിവസങ്ങൾ പോകുന്തോറും വടിവേലുവിന്റെയും റെജീനയുടെ ഇടയിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു. ഇവിടെ ദേവിയാകട്ടെ സെൽവിയോട് പറയുന്നുണ്ട് തനിക്ക് കൊടുക്കാൻ 2 സാരി കൊണ്ടുതരാൻ. തന്റെ കയ്യിൽ ഇങ്ങനെ കാവ്യവസ്ത്രമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അവര് പറയുന്നുണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ലാന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന പോലത്തെ സാധാ വസ്ത്രം മതി. അവരിനി ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് അതിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കി. ഈശ്വരനോട് എന്തൊക്കെ ചോദിച്ചിട്ടും അയാൾ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പൂജാരിയോട് പോയി സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ പൂജാരി ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഈശ്വരൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ വർക്കർ ആയിരുന്നു. പകൽ സമയങ്ങളിൽ ഫാക്ടറി ജോലിയും രാത്രിയിൽ അമ്പലത്തിലെ കൂത്തുകെട്ടിലുമായിരുന്നു അയാളുടെ ജോലി. അയാൾക്ക് ഭാര്യയും മക്കളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു സഹോദരിയായിരുന്നു. അവളായിരുന്നു അമ്മിണി. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചതെല്ലാം തന്നെ തന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടായിരുന്നു. പലയിടങ്ങളിലും അന്വേഷിച്ചിട്ട് സഹോദരിയെ തിരിച്ചു കിട്ടാത്ത അയാളാകട്ടെ തകർന്നു പോയിരുന്നു. ഈ നാട്ടിൽ നിന്ന് പോയ അയാള് വർഷാവർഷം ഇവിടെ മയാനക്കൊലയിൽ പങ്കെടുക്കാൻ മാത്രം വരും. ദേവിയുടെ കോപത്തിന് ഇനി ആരും ഇരയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടെ വന്ന് കൂത്തുകെട്ടിയാടും. സക്കര വന്ന് ഈശ്വരനോട് പറയുന്നുണ്ട് തന്റെ അമ്മിണിയുടെ പ്രായത്തിലുള്ള പെൺകുട്ടി തന്നെയായിരുന്നു നിലയും. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് താൻ പറഞ്ഞെങ്കിലേ പറ്റൂ. നിലയും അതിശയവും നിന്നെ കാണാൻ വന്നത് എന്തിനാണെന്നും ആ കാശ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നെന്നും ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവർ അന്ന് രാത്രി തന്നെ കാണാൻ വന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. കോഴിയെ ആടിനെയൊക്കെ വെട്ടുന്നത് കൊണ്ട് താൻ മനുഷ്യനെ ഈസിയായിട്ട് കൊല്ലുമെന്ന് അവർ കരുതി. ആരെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല. കൊല ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ അവരാളെ പറയുമായിരുന്നുള്ളൂ. എന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞു. അതോടുകൂടി അവർ അവിടെ നിന്ന് പോകാൻ നോക്കിയതാണ്. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാശ് തട്ടിപ്പറിച്ച് വാങ്ങാൻ ഈശ്വരൻ ശ്രമിച്ചു. കത്തി കാണിച്ച് പേടിപ്പിച്ച് അതിശയത്തിന്റെ കയ്യിൽ നിന്ന് ആ കാശ് അയാൾ വാങ്ങി. എന്നാൽ നിള പറയുന്നുണ്ടായിരുന്നു ആ കാശിനി നമുക്ക് വേണ്ടാന്ന്. കാശ് കൊടുത്തിട്ട് ഇയാളെ കൊണ്ട് ആ വ്യക്തിയെ കൊല്ലിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. അതെന്തായാലും നടക്കാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ ഇനി കൊന്നെങ്കിലേ പറ്റൂ. അതുകൊണ്ട് കാശ് നമുക്ക് വേണ്ട. അതും പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് സക്കര ആകെ ടെൻഷനിലായിരുന്നു. ഈ കുട്ടികൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ചെറിയ പ്രായത്തില് അവർക്ക് ആരോടാണ് ഇത്ര പകയെന്ന് അവർ ആലോചിക്കുകയായിരുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ അവന്റെ അമ്മയെ നോക്കുന്ന സ്ത്രീ പറയുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് താൻ ഉണ്ടാകില്ല എന്ന്. അതും പറഞ്ഞിട്ട് അവര് പോയി. അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിച്ചെങ്കിലേ പറ്റൂ. അവൻ അപ്പൊ തന്നെ ലക്ഷ്മിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, താൻ വന്ന് നോക്കിക്കൊള്ളാമെന്നാണ് ലക്ഷ്മി പറയുന്നത്. ഈ അന്വേഷണത്തിന്റെ ഓട്ടത്തിന്റെ ഇടയ്ക്ക് അവന്റെ ഫോൺ താഴെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നൊരു പഴയ ഫോണിൽ സിം എടുത്തിട്ടാണ് അവൻ വിളിക്കുന്നത്. അതിനിടയ്ക്ക് ആ പഴയ ഫോണിലെ ഫോട്ടോസ് ഒക്കെ അവൻ നോക്കുന്നു. അതിൽ നന്ദിനിയുടെ ഒരു പഴയ ഫോട്ടോയും ഉണ്ടായിരുന്നു. മയാനക്കൊല്ലിയില് അവളുടെ ദേഹത്ത് ദേവി കയറുന്ന പോലെ അവൾ വല്ലാതെ തുള്ളുമായിരുന്നു. ആ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. അത് കണ്ടിട്ട് സക്കര നോക്കി ചിരിക്കുന്നു. ലക്ഷ്മി വന്നു കഴിയുമ്പോ അമ്മയെ അവളെ ഏൽപ്പിച്ച ശേഷം അവൻ അവിടെ നിന്നും പോയി. പോസ്റ്റ്മോർട്ടത്തിന്റെയും മറ്റും കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്ന ദിവസമായിരുന്നു അന്ന്. ആ റിപ്പോർട്ട് വാങ്ങിക്കാൻ സക്കര അവിടെ ചെല്ലുമ്പോ അവിടെ നന്ദിനി ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ പഴയ ഫോട്ടോ അവനാകട്ടെ അവളെ കാണിക്കുന്നു. എന്നാൽ തനിക്കതൊന്നും ഓർമ്മയില്ലാന്നാണ് അവൾ പറയുന്നത്. താൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ ഒരുപാട് ചെറുപ്പത്തിലൊന്നും ആയിരുന്നില്ലല്ലോ, പിന്നെങ്ങനെ മറന്നുപോയെന്ന് ചോദിക്കുമ്പോ അതൊന്നും തനിക്ക് അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. മനുഷ്യന്മാരായ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുമെന്നും പറയുന്നു. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് DNA റിപ്പോർട്ടിൽ പറയുന്നത് നിലയുടെ വയറ്റിലുള്ള കുട്ടി അതിശയത്തിന്റേതല്ല എന്നാണ്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് പാർട്സിൽ അവൾക്ക് പല രീതിയിലുള്ള ക്ഷതങ്ങളും ഏറ്റിട്ടുണ്ടായിരുന്നു. കുറെ നാളുകളായിട്ട് അവളെ ആരോ ക്രൂരമായി റേപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം കേട്ടതും ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു നന്ദിനിയും സക്കരയും. ആ ഒരു ന്യൂസ് താങ്ങാൻ വയ്യാതെ നന്ദിനി തലകറങ്ങി വീഴുന്നു. അവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഫോറൻസിക് ടീം ആകട്ടെ ആ ബോഡി കണ്ടെടുത്ത സ്ഥലം പരിശോധിക്കുന്നതാണ്. അവർ ആ ഒരു ഏരിയയുടെ പല ഭാഗത്തു നിന്നും ഡമ്മീസ് ഇട്ട് നോക്കുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് ഈ ബോഡി വീണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് കിട്ടുന്നില്ല. കാരണം പലയിടത്തു നിന്നും ഡമ്മി ഇട്ടെങ്കിലും അവർക്ക് ബോഡി കിട്ടിയ ഭാഗത്തേക്ക് അതൊന്നും തന്നെ പൊങ്ങി വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പോട്ട് മാച്ച് ആവാതെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ വലിയ സൗണ്ട് കേൾക്കുന്നത്. ഗവൺമെന്റ് ആ ഏരിയയിൽ നിന്ന് വെള്ളം എടുക്കുമായിരുന്നു. അങ്ങനെ അണ്ടർഗ്രൗണ്ടിലുള്ള പൈപ്പ് വഴി വെള്ളം എടുക്കുന്ന സമയത്താകട്ടെ അവരിട്ടിരുന്ന ഒരു ഡമ്മി ആ
അവിടെ നിന്നും വെള്ളത്തിൽ ഒഴുകി ആ ബോഡി കിട്ടിയ ഭാഗത്തേക്ക് പോകുന്നു. അതോടുകൂടി അവർക്ക് മനസ്സിലായി ബോഡി എങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ എത്തിയതെന്ന്. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് കിട്ടിയതോടുകൂടി അവർ ആ ഭാഗത്ത് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ഇവിടെ നന്ദിനി തലകറങ്ങി വീണത് കാരണം എല്ലാവരും ടെൻഷനിലായിരുന്നു. അവൾക്ക് ചെറിയ വയസ്സിൽ ഇതുപോലെ വരാറുണ്ട്. എന്നാൽ 7 വർഷമായിട്ട് കോയമ്പത്തൂരിലായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ ആ 7 വർഷത്തിൽ അവൾക്ക് ഇങ്ങനെയൊന്നും തന്നെ വന്നിട്ടില്ല. അതോടെ വീട്ടുകാർ വീണ്ടും ടെൻഷനിലായി. അവൾക്ക് പഴയ പോലെ ഇങ്ങനെ മയങ്ങി വീഴുന്ന അസുഖം വരുമോ എന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കാൻ അവൾ ഡോക്ടറിനോട് പറയുന്നു. ഓൾറെഡി അനിയത്തിയുടെ കാര്യത്തിൽ വീട്ടുകാർ ഒരുപാട് ടെൻഷനില്ല. താനും കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഡിസ്ചാർജ് ഫോം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും പോയി. അവൾ മുഖം കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലേക്ക് കയറിയതായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് എന്തോ ഒരു ഓർമ്മ കടന്നു വരികയും അവൾ ഫിറ്റ്സ് വന്ന് തലകറങ്ങി വീഴുകയും ചെയ്തു. അങ്ങനെ കിടന്ന് പിടയുന്ന നന്ദിനിയെ കണ്ടുകൊണ്ടാണ് സെൽവി അവിടേക്ക് വരുന്നത്. അവർ പെട്ടെന്ന് നിലവിളിക്കുകയും എല്ലാവരും അവിടേക്ക് ഓടിക്കൂടുകയും ചെയ്തു. ചക്കര ഉൾപ്പെടെ എല്ലാവരും ആകെ ടെൻഷനിലായി. 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ ഇങ്ങനൊരു അവസ്ഥയിൽ അവർ വീണ്ടും കാണുന്നത്. എന്നാൽ സക്കരയ്ക്ക് നന്ദിനിയോടുള്ള ആ കൺസേൺ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി സക്കര പോലും അറിയാതെ അയാൾ മനസ്സുകൊണ്ട് നന്ദിനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. തനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നും സക്കര ലക്ഷ്മിയോട് പറയുന്നു. എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുമെന്ന്. പണ്ടു മുതലേ നിന്റെ അമ്മയെ കെയർ ചെയ്ത് നിനക്ക് അങ്ങനെ ഒരു മൈൻഡ് ആയിപ്പോയി. ഇതുപോലെ പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്ന ആൾക്കാരെ എല്ലാം തന്നെ രക്ഷപ്പെടുത്തി അവരെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം. അതുകൊണ്ടാണ് നീ നന്ദിനിയെ സ്നേഹിക്കുന്നത്. അവൾ അതുകൊണ്ട് ഒരു രീതിയിലും തങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ തുടരാൻ വേണ്ടിയിട്ട് സക്കരയെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇവിടെ കോതണ്ഡരാമനാകട്ടെ അവിടെ അടുത്തുള്ള കടകളിലെല്ലാം തന്നെ പോയി അന്വേഷിക്കുകയായിരുന്നു എവിടെ നിന്നാണ് തിന്നർ വാങ്ങാൻ കിട്ടുക എന്നത്. വലിയ ക്വാണ്ടിറ്റിയിൽ തിന്നർ കിട്ടുന്ന കടകൾ അയാൾ അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ നന്ദിനിയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ സൈക്കാട്രിസ്റ്റ് വരുന്നുണ്ടായിരുന്നു. കോയമ്പത്തൂരില് അവളാകട്ടെ ഇവരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് നന്ദിനിയോട് സംസാരിക്കണമെന്ന് അവര് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ഷൺമുഖ ആകെ ദേഷ്യത്തിലായി. സൈക്കാട്രിസ്റ്റ് ഒന്നും തന്റെ മകളോട് സംസാരിക്കേണ്ട എന്നാണ് അയാൾ പറയുന്നത്. കാരണം പണ്ട് ഇതുപോലെ ഇവൾക്ക് പ്രശ്നം വന്ന സമയത്ത് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചതിനാണ് ഈ ആൾക്കാരെല്ലാം അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞതും ആൾക്കാർ അവളെ കളിയാക്കിയതും. എന്നാൽ നന്ദിനിയുടെ പ്രോബ്ലംസ് എല്ലാം തന്നെ തനിക്ക് മാത്രമേ അറിയൂ എന്നും അവളോട് കുറച്ചുനേരം സംസാരിക്കണമെന്നുമാണ് ആ ഡോക്ടർ പറയുന്നത്. ദേവി ഡോക്ടറിനോട് പറയുന്നുണ്ട് ഷൺമുഖത്തിനോട് ഞാൻ സംസാരിക്കാം, നിങ്ങൾ തൽക്കാലം പോയി നന്ദിനിയെ കണ്ടുകൊള്ളാൻ. അതേസമയം ഷൺമുഖം ആകട്ടെ റെജീനയോട് പറയുന്നുണ്ട് നിലയുടെ വയറ്റിലുള്ളത് അതിശയത്തിന്റെ കുഞ്ഞല്ലെന്നും അവളെ കുറച്ച് നാളായിട്ട് ആരോ സെക്ഷലി അബ്യൂസ് ചെയ്യുകയാണെന്നും. ഇത് കേട്ടതും റെജീന ഞെട്ടി. 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ ആരായിരിക്കും ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടാവുക? അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല എന്നും താൻ തന്നെ തന്റെ കൈകൊണ്ട് കൊല്ലുമെന്നും ഷൺമുഖം പറയുന്നു. അതിന് റെജീനയും എതിരല്ലായിരുന്നു. അതേസമയം ഫോറൻസിക് ഉദ്യോഗസ്ഥരാകട്ടെ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു വെപ്പൺ കണ്ടെത്തുന്നു. അതിലെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം തന്നെ ഏറെക്കുറെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഏരിയയിൽ അത്ര ക്ലിയർ ആയിട്ടില്ലാത്തൊരു ഫിംഗർ പ്രിന്റ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ഫാക്ടറിക്ക് പിന്നിലുള്ള ഏരിയയാണ് ആ ഭാഗം. രാത്രിയിൽ അവരെന്തിനവിടെ വന്നു എന്ന് ഇവർ ആലോചിക്കുന്നു. നിലയെ കുറച്ചു നാളായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ആളെ കൊന്നിട്ട് ഈ നാട് വിടാനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ അവൾ കൊല ചെയ്യാൻ വന്ന ആ ആള് തന്നെയായിരിക്കും ഇവരെ രണ്ടുപേരെയും കൊല ചെയ്തത്. അതേസമയം നിലയുടെ ആ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന കുറച്ചു പേരെല്ലാം തന്നെ നിലയുടെ ഫ്രണ്ട്സ് ആണ്. ആ ഡോക്ടർ ഡെവൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. VPN ഒക്കെ ഉപയോഗിച്ചിട്ട് ഐഡന്റിറ്റി മറച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല അയാള് നിലയുടെ കൊക്കോ ടീമിലുള്ള കുറച്ചു പേരെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ കൊക്കോ കളിക്കാൻ പോകുന്ന ഏരിയയിലുള്ള ആരെങ്കിലും ആയിരിക്കുമെന്നാണ് സക്കര വിചാരിക്കുന്നത്. അങ്ങനെ നിലയും മലറും ഒക്കെ കൊക്കോ കളിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് അവർ പോകുന്നു. മലറിനോട് കുറെ നേരം സംസാരിക്കുന്നു. ഇവിടെ ബോയ്സ് ആരും ഇല്ല എന്നാണ് മലർ പറയുന്നത്. ഞങ്ങളുടെ PT ടീച്ചർ പുറത്തുനിന്ന് ആരും വന്ന് ഈ കളി കാണാൻ പോലും സമ്മതിക്കില്ല. ആകെ ആനുവൽ ഡേക്ക് മാത്രമാണ് ബോയ്സ് ഇവിടേക്ക് വരുന്നത്. ആ സമയത്ത് ത്രിലോക് അവിടെ വരുന്നുണ്ടായിരുന്നു. ആ കൊക്കോ ടീം എല്ലാം തന്നെ സ്പോൺസർ ചെയ്യുന്നത് ത്രിലോകാണ്. ത്രിലോക് സാറിന് മാത്രമേ ഇവിടെ എപ്പോ വേണമെങ്കിലും വരാൻ പറ്റൂ എന്നാണ് മലർ പറയുന്നത്. അയാളാകട്ടെ പെൺകുട്ടികളെ എല്ലാം തന്നെ തൊട്ടും തലോടിയും സംസാരിക്കുന്നത് സക്കര ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മലറിനോട് ചോദിക്കുമ്പോൾ ആരും തന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മലർ പറയുന്നത്. അയാൾ പിന്നെ പെൺകുട്ടികളേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മലർ പറയുന്നുണ്ട് അയാൾ എല്ലാവരോടും അത്ര സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. നിലയെ അയാൾക്ക് വലിയ കാര്യമായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ പെൺകുട്ടികൾക്ക് എല്ലാം തന്നെ ത്രിലോക് സാറിനോട് ഒരു ക്രഷും ഉണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും ഒരു പരാതിയുമില്ല. എന്നാൽ അയാളുടെ ആ രീതികളെല്ലാം തന്നെ സക്കരയിൽ ഒരുപാട് സംശയങ്ങൾ കൂട്ടി. കൂടുതൽ അന്വേഷിക്കുമ്പോൾ അയാൾക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്നും സക്കര മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തുറന്നിട്ടിരുന്ന ജനല് വഴി അകത്ത് കയറി പരിശോധിക്കുമ്പോഴാണ് അയാൾ കാണുന്നത് നിലയുടെ ഫോണിലുണ്ടായിരുന്ന ആ പൂച്ചകളുടെ ഫോട്ടോസ് എല്ലാം തന്നെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ കുറച്ച് ക്യൂബ്സ് വെച്ചിട്ട് ത്രിലോക് വണ്ടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്റേഴ്സ് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കുമ്പോൾ അയാളുടെ പേരിൽ നിന്ന് തന്നെ ഡോക്ടർ ഡെവൽ എന്ന് പറയുന്ന ഒരു പേര് സക്കരയ്ക്ക് ലഭിക്കുന്നു. അതോടുകൂടി ത്രിലോകാണ് ഇതിന്റെ എല്ലാം തന്നെ പിന്നിലെന്ന് സക്കര ഉറപ്പിക്കുന്നു. മാത്രമല്ല ഇവിടെ കോദണ്ഡരാമൻ പറയുന്നുണ്ട് ആ ഫാക്ടറിക്ക് തീ വെച്ചത് ചിലപ്പോൾ ത്രിലോക് തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ ഫാക്ടറിക്ക് തീ വെച്ചിട്ട് ത്രിലോക് അവിടെ നിന്നും ഈ ഫാക്ടറിയുടെ ബാക്കിലുള്ള മലയിലേക്ക് വരികയും അവിടെ വെച്ച് ഈ കുട്ടികളുമായിട്ടുള്ള പ്രശ്നത്തില് അവരെ കൊന്നിട്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്തതാകാം. എന്നാൽ ത്രിലോക് ആ രാത്രിയിൽ ഇവിടെ വരുമെന്ന് കുട്ടികൾ എങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കുമെന്ന് ആ കോൺസ്റ്റബിൾ ചോദിക്കുന്നു. അതായിരുന്നു സക്കരയ്ക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാതിരുന്നത്. മലറിനോട് പറഞ്ഞിട്ട് ത്രിലോക് കുടിച്ച ഒരു വെള്ളത്തിന്റെ കുപ്പിയാകട്ടെ അവരെടുപ്പിക്കുന്നുണ്ട്. അതിലെ ഫിംഗർ പ്രിന്റും ആ ഒരു കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു.
ശ്രമിക്കുന്നു. എന്നാൽ ഒരു പെർഫെക്റ്റ് മാച്ച് ഒന്നും തന്നെ അതിൽ നിന്ന് കിട്ടുന്നില്ല. അതേസമയം കോതണ്ഡരാമനാകട്ടെ ആ തിന്നർ വാങ്ങിച്ച ആൾക്കാര് ആരാണെന്ന് അന്വേഷിച്ചു പോകുന്നുണ്ട്. ഇവിടെ നന്ദിനിയാകട്ടെ തന്റെ സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കുന്നതെല്ലാം തന്നെ അവൻ നന്ദിനിയുടെ അവസ്ഥ കാണുമ്പോഴെല്ലാം തന്നെ വല്ലാതെ ഇമോഷണൽ ആകുന്നുണ്ടായിരുന്നു. ഷൺമുഖവും റെജീനയും ഇതിന്റെ എല്ലാം പിന്നിൽ ആരായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. മതിയായ തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും സക്കര പോയി അവരോട് പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ ത്രിലോകാണെന്ന്. എല്ലാവരുടെയും മുന്നിൽ അയാൾ വലിയ ആളായിട്ട് അഭിനയിക്കുകയാണ്. എന്നാൽ പെൺകുട്ടികളുടെ അടുത്ത് അയാൾ വേറൊരു രീതിയിലാണ് ഇടപെടുന്നത്. ഡോക്ടർ ഡെവൽ എന്ന പേരില് അവൻ നിലയുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല അവളെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഫാക്ടറി തീകത്തുന്ന സമയത്ത് ത്രിലോക് ഒരുപാട് താമസിച്ചാണ് അവിടേക്ക് വന്നത്. അതിനർത്ഥം നിലയോട് ഇതെല്ലാം ചെയ്തത് അയാളായിരിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ ത്രിലോകിനെ തേടി അവൻ വീണ്ടും ഗസ്റ്റ് ഹൗസിൽ എത്തുമ്പോഴാകട്ടെ ത്രിലോക് ആ ഒരു ട്രാൻസ്ജെൻഡറിന്റെ കൂടെ ഒരു കാറിൽ കയറിയിട്ട് മയാനക്കൊല്ല നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കാണുന്നു. ട്രാൻസ്ജെൻഡറിന്റെ കൂടെയുള്ള ത്രിലോകിന്റെ ഈ സഹവാസം കൂടി കണ്ടതോടുകൂടി സക്കര ഉറപ്പിക്കുന്നു ഇയാളെ തന്നെയായിരിക്കും നിലയെ ഉപദ്രവിച്ചതെന്ന്. ആ ട്രാൻസ്ജെൻഡറിനെ മയാനക്കൊല്ല നടക്കുന്ന സ്ഥലത്തിറക്കി വിട്ടിട്ട് ത്രിലോക് അവിടെ നിന്നും പോയി. ത്രിലോക് തിരിച്ചങ്ങോട്ട് വരുന്ന വിവരം സക്കര റെജീനയെയും ഷൺമുഖത്തിനെയും വിളിച്ചു പറയുന്നു. വഴിയിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ത്രിലോകിനെ കടത്തുന്നു. സക്കര ആ ട്രാൻസ്ജെൻഡറിനോട് പോയി ത്രിലോകിനെ പറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിക്കുന്നു. എന്നാൽ അവര് പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് കരുതിയിട്ട് എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാനും ത്രിലോകും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഇവിടെയുള്ള എല്ലാ ട്രാൻസ്ജെൻഡറിനോടും ത്രിലോക് നല്ലപോലെയാണ് സംസാരിക്കുന്നത്. അയാളുടെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുമുണ്ട്. ഞങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അതെന്താ ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ട് ഇരുന്നൂടെ എന്നും അവർ ചോദിക്കുന്നു. അതേസമയം ഇവിടെ റെജീനയും ഷൺമുഖവും ചേർന്നിട്ട് ത്രിലോകിനെ അടിച്ചൊരു പരവമാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ത്രിലോക് ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മിണ്ടാതെ അയാളെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സക്കര ട്രാൻസ്ജെൻഡറിനോട് പറയുന്നുണ്ട് ത്രിലോക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല. അയാൾ ഒരു പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട് അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ത്രിലോകിന് ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറാൻ പറ്റില്ല. കാരണം അയാൾക്ക് ആണുങ്ങളെയാണ് ഇഷ്ടം. അത് ഈ നാട്ടിൽ ആർക്കും തന്നെ അറിയത്തുമില്ല. ആ റൂട്ട് മനസ്സിലാക്കാനും പോകുന്നില്ല. ഇത് കേട്ടതും സക്കര ഞെട്ടിപ്പോയി. പിന്നെ ത്രിലോക് ആ പെൺകുട്ടികളോടെല്ലാം തന്നെ തൊട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ പറയുന്നുണ്ട് അയാൾക്ക് പെൺകുട്ടികളോട് മാത്രമേ അത്ര കാര്യമായിട്ട് ഇടപഴകി സംസാരിക്കാൻ പറ്റൂ. അയാൾ അവരോട് മാത്രമാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളതും. അല്ലാതെ അയാൾ ഒരു പെൺകുട്ടിയെ പോലും മോശമായിട്ട് കണ്ടിട്ടില്ല. അയാളെ പോലെ നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ലാന്ന് കൂടി പറയുന്നു. ഇതോടുകൂടി സക്കര ആകെ ടെൻഷനിലായി. അവിടെ ഷൺമുഖവും റെജീനയും ചേർന്നിട്ട് ത്രിലോകിനെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അയാളെ തീകൊളുത്തി കൊല്ലുന്നതിന് തൊട്ടു മുൻപ് തന്നെ എങ്ങനെയൊക്കെയോ സക്കര അവിടെ എത്തി. ഒരു നിമിഷം സക്കര വൈകിയിരുന്നെങ്കിൽ അയാൾ മരിച്ചുപോയനെ. അവൻ പറയുന്നുണ്ട് ഇയാളല്ല നിലയെ കൊന്നതെന്ന്. ഇതോടുകൂടി ഷൺമുഖവും റെജീനയും വീണ്ടും ഞെട്ടി. അവിടെയാണ് 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ 8ാമത്തെ അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നന്ദിനിയെ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിലയെ ഇത്രയും നാളായിട്ട് ഒരാൾ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവൾ എന്തുകൊണ്ടത് അച്ഛനോടോ എന്നോടോ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഒരു പക്ഷേ അവളുടെ സാഹചര്യം കൊണ്ടാകാമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇവിടെ നമ്മൾ നിലയെ പറ്റിയല്ല സംസാരിക്കേണ്ടത്, നീ നിന്നെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ചെറുപ്പത്തിൽ അവളുടെ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ എന്ന്. എന്നാൽ അതൊന്നും തന്നെ നന്ദിനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായ സംഭവങ്ങളാണ്. എന്നിട്ട് പോലും അവളുടെ മനസ്സിൽ അതൊന്നും തന്നെ ഓർമ്മയില്ല. അതിനർത്ഥം നന്ദിനിയുടെ പല ഓർമ്മകളും അവളുടെ മനസ്സിൽ ഇപ്പോഴില്ല എന്നതാണ്. ചെറുപ്പത്തിൽ അവള് ഉറക്കത്തിൽ നടക്കുമായിരുന്നു. എന്നാൽ അതുപോലും തനിക്ക് ഓർമ്മയില്ല എന്നാണ് അവള് പറയുന്നത്. മറക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ആഴത്തിൽ എന്തൊക്കെയോ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ് നീ നിന്റെ മെമ്മറീസ് തന്നെ ഇല്ലാതാക്കിയത്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാകാം അവള് ചെറുപ്പത്തിൽ സ്ലീപ്പ് വാക്കിംഗ് ചെയ്തിരുന്നതും ഈ ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുന്നതും ഒക്കെ. നിന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്നും ഡോക്ടർ അവളോട് പറയുന്നു. ആ ഡോക്ടർ മറ്റു ഡോക്ടേഴ്സിനോട് പറയുന്നുണ്ട് ചെറുപ്രായത്തില് നിലയ്ക്ക് സംഭവിച്ചത് നന്ദിനിക്കും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം അവൾ അവളുടെ മെമ്മറീസിൽ നിന്ന് പല കാര്യങ്ങളും എടുത്തു കളഞ്ഞിരിക്കുന്നത്. നന്ദിനിയും അതേപോലെ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടാകാം. ആ സമയത്ത് ഉറങ്ങിക്കിടന്ന നന്ദിനി എല്ലാം സ്വപ്നം കാണുന്നുണ്ട്, നിലയെ ആരോ ഉപദ്രവിക്കുന്നതായിട്ട്. അതേസമയം തന്നെ അവൾ തന്നെ തന്നെയും അതിൽ കാണുന്നുണ്ട്. അവളെയും ഇതുപോലെ ആരോ ഉപദ്രവിച്ചിരുന്നു. അവളുടെ മനസ്സിൽ നിന്ന് പോയ എല്ലാ ഓർമ്മകളും തിരിച്ചു വരാൻ തുടങ്ങി. അവളെ ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്തിരുന്ന ആൾ ആരാണെന്നും അവൾക്ക് മനസ്സിലായി. അതേസമയം ആ ഒരു തിന്നർ വാങ്ങിയത് ആരാണെന്ന് അന്വേഷിച്ചിറങ്ങിയ കോതണ്ഡരാമനാകട്ടെ അവസാനം എത്തുന്നത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ റെജീനയുടെ ജീപ്പിന്റെ ബാക്കിൽ അയാൾ പരിശോധിക്കുന്നു. അതിനുള്ളിലും തിന്നർ വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആ ഒരു കമ്പനി കത്തിച്ചതിൽ റെജീനയ്ക്ക് പങ്കുണ്ടായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ കമ്പനിയെ പറ്റി അന്വേഷിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനിയാകട്ടെ വലിയ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ബോണസും കൊടുക്കാറില്ല, പല വർക്കേഴ്സിനും ശമ്പളവും കിട്ടാറുണ്ടായിരുന്നില്ല. കമ്പനി അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം അടിച്ച അവശനിലയിലാക്കിയ ത്രിലോകിനെ റെജീനയും ഷൺമുഖവും ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരോട് മുകേഷിന് ദേഷ്യമൊന്നും തന്നെയില്ല. തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായി. കോതണ്ഡരാമൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് മുകേഷിനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും തനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. കമ്പനി അടിച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ റെജീനയും ഷൺമുഖവും മുകേഷും ചേർന്നിട്ട് നടത്തിയ കളി തന്നെയായിരുന്നു ഇത്. വർക്കേഴ്സിനോട് അതിയായ സ്നേഹമുണ്ടായിരുന്ന മുകേഷ് ആകട്ടെ കമ്പനി നഷ്ടത്തിലോടുകയാണെന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം അതിന് തീവെച്ചിട്ട് ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞാൽ ആ തുക കൊണ്ട് ബാങ്കിലെ കടവും തീർത്ത് വർക്കേഴ്സിനും വീതിച്ചു കൊടുത്തിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ
ജനങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ നാടിന് വേണ്ടിയിട്ടും റെജീന അയാളുടെ കൂടെ നിന്നു. അതുപോലെ തന്നെ യൂണിയൻ ലീഡർ ഷൺമുഖവും ഇയാളുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ ഇവർ 3 പേരും ചേർന്നിട്ട് നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു ഈ കമ്പനിയിലെ തീപിടുത്തം. മനഃപൂർവ്വം സ്ട്രൈക്ക് ഉണ്ടാക്കി ഷൺമുഖം വെല്ലുവിളിച്ചിട്ട് ഷൺമുഖം തന്നെ ഇവർ പറഞ്ഞ പ്രകാരം പോയി തീവെച്ചു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായിരുന്നു അവരുടെ പ്ലാനിങ്. കമ്പനിയോടുള്ള ദേഷ്യത്തിൽ താൻ തീവച്ചതാണെന്ന് പറയുകയും അങ്ങനെ ഇൻഷുറൻസ് തുക കമ്പനിക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് രാത്രി നില കാണാതായതോടുകൂടി തന്റെ മകളെ അന്വേഷിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഷൺമുഖം തൽക്കാലം ആ ഒരു കുറ്റം ഏറ്റെടുക്കുന്നില്ല. അതോടെ അവരുടെ പ്ലാനിംഗ് എല്ലാം തന്നെ പൊളിഞ്ഞു. എന്നാൽ കിട്ടുന്ന ഇൻഷുറൻസ് തുക കൊണ്ട് തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരിതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കിയ കോതണ്ഡരാമൻ തൽക്കാലം ഇവരോടൊന്നും തന്നെ പറയുന്നില്ല. അതേസമയം റെജീനയും ഷൺമുഖവും ചേർന്നിട്ട് ത്രിലോകിനെ കൊല്ലാൻ ശ്രമിച്ചത് മനസ്സിലാക്കിയ വടിവേലു ആകട്ടെ അവളോട് പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. സ്വന്തം മകന്റെ മരണത്തിന് പകരം വീട്ടാൻ മറ്റൊരാളുടെ മകന്റെ ജീവൻ എടുക്കാൻ പോയത് ശരിയായില്ല എന്ന് അയാൾ പറയുന്നു. നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ തോന്നുമ്പോൾ മാത്രം നീ വന്നാ മതി. ത്രിലോകിനോട് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഷൺമുഖവും റെജീനയും ചേർന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. തങ്ങളാണ് ത്രിലോകിനെ അടിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയതെന്ന്. ഇവിടെ സക്കര ആകെ കൺഫ്യൂഷനിലായിരുന്നു. ത്രിലോക് അല്ലെങ്കിൽ പിന്നെ ആരാണ് നിളയോട് ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുന്നു. ത്രിലോകാണ് കുറ്റവാളി എന്ന് സക്കര തെറ്റിദ്ധരിച്ചു പോയി പറഞ്ഞതുകൊണ്ടാണല്ലോ ഷൺമുഖത്തിനും റെജീനയ്ക്കും ഈ ഒരു അവസ്ഥ വന്നത്. അത് കാരണം സക്കര അവരെ കാണാൻ പോകുന്നു. താൻ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചതെന്ന് സക്കര പറഞ്ഞെങ്കിലും റെജീന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല എന്ന്. നീ ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം ആരും തന്നെ അറിയേണ്ടതില്ല. എത്രയും പെട്ടെന്ന് കുട്ടികളെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അന്ന് രാത്രി കോതണ്ഡരാമനാകട്ടെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് സക്കരയോട് പറയുന്നുണ്ട് ആ ഇൻഷുറൻസ് റിപ്പോർട്ട് എല്ലാം തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്. സത്യങ്ങളെല്ലാം അയാൾ മനസ്സിലാക്കിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവരിതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തൽക്കാലം അവരോട് ക്ഷമിക്കാനും ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും അയാൾ തീരുമാനിക്കുന്നു. അയാളുടെ ആ തീരുമാനത്തെ സക്കരയും ബഹുമാനിക്കുന്നുണ്ട്. ഇവിടെ സക്കര അപ്പോഴും നിലയെയും അതിശയത്തിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അന്ന് രാത്രി ആ ഫയർ നടക്കുന്ന സമയത്ത് ത്രിലോക് മാത്രമായിരിക്കില്ല ലേറ്റ് ആയിട്ട് വന്നത്. വേറെ ആരോ കൂടി അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. അയാളായിരിക്കും നിലയെ അതിശയത്തിനെയും കൊന്നത്. അതാരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ലക്ഷ്മി വന്ന് അവനോട് പറയുന്നുണ്ട് നന്ദിനിയെ ഹോസ്പിറ്റലിൽ നിന്നും കാണാതായി എന്ന്. അവളായിട്ട് തന്നെ പോയതാണോ ആരെങ്കിലും അവളെ കൊണ്ടുപോയതാണോ എന്നൊന്നും തന്നെ ആർക്കും അറിയില്ല. അവൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുമ്പോഴാകട്ടെ ആ ഡോക്ടർ പറയുന്നുണ്ട് നിലയ്ക്ക് സംഭവിച്ചതൊക്കെ നന്ദിനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അവളെയും ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവൾ ഈ നാട്ടിൽ നിന്ന് പോയത് തന്നെ. ഇത് കേട്ടതും സക്കര ശരിക്കും ഷോക്കായി. ചിലപ്പോ നിലയെ കൊന്ന ആള് തന്നെ നന്ദിനി തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ? അങ്ങനെ അവർ നേരെ നന്ദിനി അന്വേഷിച്ചിറങ്ങി. അതിനിടയ്ക്ക് അവന്റെ അമ്മയെ നോക്കുന്ന സ്ത്രീ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. തൽക്കാലം ലക്ഷ്മി അവന്റെ അമ്മയെ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അവർ വീട്ടിലേക്ക് ചെല്ലാൻ നേരത്തെ ആ സ്ത്രീ പറയുന്നുണ്ട് ആ ഷൺമുഖത്തിന്റെ മൂത്ത മകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. നന്ദിനി ഇവിടെ വന്നു എന്ന് കേട്ടതും സക്കര ഒന്ന് ഞെട്ടി. അപ്പോ അവളെ ആരും തട്ടിക്കൊണ്ടു പോയതല്ല, അവളായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്. അവൾ ഇവിടേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് അവൻ ചിന്തിച്ചപ്പോഴാണ് അവന്റെ സർവീസ് റിവോൾവർ അവിടെ കാണാനില്ലെന്ന് മനസ്സിലാകുന്നത്. അവൾ ഗണ്ണു എടുത്തിട്ട് പോയിട്ടുണ്ടാവുക അവളെയും നിലയെ ഉപദ്രവിച്ച ആ ആളെ ഷൂട്ട് ചെയ്യാനായിരിക്കും. എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. അതേസമയം നന്ദിനിയാകട്ടെ ആ തോക്കുമായിട്ട് ഒരു ശ്മശാനത്തിന്റെ അടുത്ത് നിന്ന് മയനക്കൊള്ള നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ നിറയെ ആരെയോ കൊല്ലാനുള്ള പകയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് ഒരാൾ വരികയും ചെയ്യുന്നുണ്ട്. സീൻ അവിടെ നിന്നും കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെ തേടി സക്കര അവളുടെ വീട്ടിലെത്തുന്നതാണ്. അവിടെ സെൽവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും മയാനക്കൊല്ലയിൽ പോയിരിക്കുകയാണ്. പുഷ്പരാജ് കാണണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ട് മാത്രമാണ് അവർ പുഷ്പരാജിനെ കാണാൻ അവിടെ തന്നെ നിന്നത്. നന്ദിനിയെ ഹോസ്പിറ്റലിൽ നിന്നും കാണാതായി. അവൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയെങ്ങും വന്നില്ല. ഇനി കോയമ്പത്തൂർ എങ്ങാനും പോയോന്നറിയില്ല. ഞാൻ എന്തായാലും ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു. അവളെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ അങ്കിൾ ഗുണ പോലും ഇവിടെ ഇല്ല. നന്ദിനി ചിലപ്പോ അയാളോട് പറഞ്ഞിട്ടുണ്ടാകും. അങ്കിളിനോട് പറയാതെ അവൾ എങ്ങും പോകാറില്ല. എന്നാൽ അയാളെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് കൊടിയേറ്റ് പൂജയ്ക്ക് ഗുണ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിലയെ കാണാതാകില്ലായിരുന്നു. അയാൾ കൊടിയേറ്റ് പൂജയിൽ പോയതുകൊണ്ടാണ് വീട്ടിൽ ആരും ഇല്ലാതിരുന്നത്. അതുകൊണ്ടാണല്ലോ നില ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതും. എന്നാൽ ഇത് കേട്ടതും സക്കര ഒന്ന് ഞെട്ടി. കാരണം കൊടിയേറ്റ് പൂജയിൽ വെച്ചിട്ട് ഗുണയെ സക്കര കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വർഷവും തലയോട്ടിയുമായിട്ട് പോകുന്നത് ഗുണയാണെന്നാണ് സെൽവി പറയുന്നത്. എന്നാൽ സക്കരയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഇത്തവണ ആ പൂജാരിയായിരുന്നു തലയോട്ടിയും കൊണ്ട് പോയതെന്ന്. ഫാക്ടറിയിൽ ഫയർ നടക്കുന്ന സമയത്തും ഗുണയെ കാണുവാനില്ലായിരുന്നു. അയാൾ മയാനക്കൊല ആഘോഷങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നില്ല, ഫയർ നടക്കുന്ന സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അയാൾ എവിടെയായിരുന്നിരിക്കാം? സെൽവി പറയുന്നുണ്ട് കുട്ടികൾ രണ്ടുപേരും ഗുണയുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. ചെറുപ്പം മുതലേ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവനാണ്. ഒരു പ്രായം കഴിഞ്ഞപ്പോ പിന്നീട് വീട്ടിലേക്കൊന്നും വരാതെയായി. എത്രാമത്തെ വയസ്സിൽ അവര് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വരക്കം നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഒരു 12-13 വയസ്സെന്ന് അവർ പറയുന്നു. ഇത് കേട്ടതോടെ സക്കര ഞെട്ടി. സക്കരയുടെ മനസ്സിലൂടെ എന്ത് ചിന്തയാണ് കടന്നു പോകുന്നെന്ന് മനസ്സിലാക്കി സെൽവിയും ആകെ തകർന്നുപോയി. അതിനർത്ഥം ഗുണ തന്നെയാണ് നിലയെ നന്ദിനി ഇത്രയും കാലം സെക്ഷലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയം സീൻ നേരെ നന്ദിനിയുടെ അടുത്തേക്ക് പോകുന്നു. അവളുടെ തൊട്ട് ബാക്കിലായി ഗുണ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എന്നെ എന്തിനാ എവിടേക്ക് നീ വിളിച്ചു വരുത്തിയെന്ന് അയാൾ ചോദിക്കുന്നു. അന്ന് രാത്രിയും നില എന്നെ ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ആ ഒരു സ്റ്റോറി കാണിക്കുന്നത്. അന്ന് നിലയെ കാണാതായ ദിവസം, ആ ഫാക്ടറിയിൽ തീ പിടിച്ചിരുന്ന ദിവസം, നില ഇയാളെ കൊല്ലാനായിരുന്നു അതിശയത്തിന്റെ കൂടെ പ്ലാനിട്ട് ഇവിടേക്ക് അയാളെ വിളിച്ചു വരുത്തിയത്. എന്നാൽ അതിശയം അയാളെ കൊല്ലുന്നതിന് തൊട്ടു മുൻപ് ആ ഫാക്ടറിയിൽ
മുകളിലെ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും അതിന്റെ ആഘാതത്തിൽ ഇവരെല്ലാം തന്നെ താഴേക്ക് വീഴുകയും ചെയ്തു. ആ തക്കത്തിന് അതിശയത്തിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ കത്തികൊണ്ട് അയാൾ അതിശയത്തിന്റെ കഴുത്തിൽ വെട്ടി. എന്നിട്ട് നിലയെ അയാൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിശയത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് ഓടിപ്പോയ നിലയെ അയാൾ ബാക്കിലേക്ക് പിടിച്ചു വലിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും കുതറിമാറുന്നതിനിടയിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് നിലയുടെ കഴുത്ത് മുറിഞ്ഞു. അവൾ നേരെ പോയി അതിശയത്തിന്റെ ശരീരത്തിലേക്ക് വീണു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടന്നാണ് മരിക്കുന്നത്. വേറെ വഴിയില്ലാതെ അയാൾ ആ രണ്ടുപേരുടെയും മൃതദേഹം അവിടെ നിന്നും താഴേക്ക് വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഈ സത്യങ്ങളെല്ലാം കേട്ട് നന്ദിനി ആകെ തകർന്നിരിക്കുകയാണ്. ഇവിടെ സക്കറിയാകട്ടെ ഗുണയുടെ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വരികയായിരുന്നു. ഗുണയാകട്ടെ കരഞ്ഞുകൊണ്ടിരുന്ന നന്ദിനിയെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ മനഃപൂർവ്വം നിളയെ കൊല്ലണമെന്ന് വിചാരിച്ചതല്ല, സറണ്ടർ ആകണമെന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചതാ. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളോടുള്ള എന്റെ സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യമെന്ന നന്ദിനി പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാണിക്കുന്നതിനെയാണോ സ്നേഹമെന്ന് പറയുന്നതെന്ന്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ എത്രത്തോളം ബഹുമാനിച്ചതും സ്നേഹിച്ചതുമാണ്. പക്ഷെ നിങ്ങൾ എന്നോടും നിലയോടും കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്നാൽ അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നിന്റെ സഹോദരിയെ തനിച്ചാക്കി പോയതെന്ന്. നീ പോയതോടുകൂടി ഞാൻ തനിച്ചായി. അതുകൊണ്ടാണ് ഞാൻ നിളയെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം കേട്ട് അവൾ മാനസികമായിട്ട് വീണ്ടും തളർന്നു. അയാളാകട്ടെ അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. നിനക്ക് ഞാനുണ്ടെന്നും നീ എന്റെ കൂടെ വരാനും നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നുമൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. നന്ദിനിക്ക് ആകെ സ്ഥലകാലം ബോധം മുഴുവൻ നഷ്ടപ്പെട്ട് അവളിരുന്ന് കരയുകയായിരുന്നു. ആ സമയത്ത് കറക്റ്റ് സക്കര അവിടേക്ക് വരികയും അയാളെ അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. പിന്നെ അവർ തമ്മിൽ വലിയൊരു മൽപ്പിടുത്തമാണ് അവിടെ നടക്കുന്നത്. ആകെ തകർന്നിരിക്കുന്ന നന്ദിനിയെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ അവൻ പറയുന്നുണ്ട്. പക്ഷെ ആ സമയം ബാക്കിലൂടെ വന്നിട്ട് ഗുണ അവന്റെ തലക്കടിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അടി നടക്കുന്ന സമയത്ത് താഴെ വീണ് കിടന്ന തോക്കെടുത്തിട്ട് നന്ദിനിയാകട്ടെ ഗുണയെ ഷൂട്ട് ചെയ്യുകയാണ്. അയാളുടെ കഴുത്തിലേക്ക് വെടിയുണ്ട തറച്ചു കയറി. വല്ലാത്തൊരു പകയോടെ നിന്ന് അവള് വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്തു. ഒരു വിധത്തിൽ സക്കര അവളെ പിടിച്ചു നിർത്തി. നിനക്ക് ഓൾറെഡി ജീവിതത്തിൽ ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഇതൊന്നും പുറത്തറിയണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണമെന്ന്. തൽക്കാലം ഗുണയെ കൊന്നത് താനാണെന്ന് എല്ലാവരോടും പറയാമെന്ന് സക്കര പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം പുറത്തു വരണമെന്ന് തന്നെയാണ് അവള് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും നന്ദിനിയും കൂട്ടി സക്കര പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സെക്ഷൽ അബ്യൂസ് കേസുകളിലും 90% പെൺകുട്ടികളും അവർക്കറിയാവുന്ന ഒരാളിൽ നിന്ന് തന്നെയായിരിക്കും ആ അബ്യൂസ് നേരിടുന്നത്. ഇവിടെയാണ് ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ സീസൺ അവസാനിക്കുന്നത്. രണ്ടാമത്തെ സീസൺ ഈ ആഴ്ച തന്നെ റിലീസ് ആകുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട.